ഹലോ ഫ്രണ്ട്സ്, ഒരു സ്ഥലം വരെ പോയാലോ? കുറച്ച് സാധനങ്ങളും കൂടി എടുക്കട്ടോ. സാധനങ്ങളുടെ ഡീറ്റെയിൽസ് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യേ. UAE തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ബാർബിക്യൂ സ്പോട്ടുകൾ തുറക്കൂട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു മലേൻ്റെ താഴ്വാരം എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു സ്ഥലമാണ്. സൈഡിലായിട്ടൊരു ചെറിയ ഡാമുണ്ട്. ഇവിടെ ഫീസൊന്നും ആവശ്യമില്ല കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുള്ള റൂളുകൾ കൃത്യമായിട്ട് അനുസരിക്കണം, അത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാർക്കും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട ശേഷം അമ്മക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നുള്ളത്. അങ്ങനെ സ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ സെറ്റാക്കിയത് നമ്മളെ ഗാർബേജ് ബാഗാണ്, വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇത് പോലീസ് നിരീക്ഷണത്തിലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് സേഫും ആണ്. അതേസമയം ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കൽ നമ്മളെ ഉത്തരവാദിത്വമാണ്. തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ UAE ബാർബിക്യൂ സ്പോട്ടുകൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ടെൻ്റ് അടിച്ച് താമസിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളും ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുക്കും കേട്ടോ. ഡാമിൻ്റെ കുറേ താഴെ ഭാഗത്തായിട്ട് തോട് പോലത്തെ കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ. ആ തോടിൻ്റെ കരയത്തൊക്കെ ഇരുന്നിട്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാം. അത് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഗാർബേജ് ബാഗ് സെറ്റാക്കി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചെയ്യാറ് എപ്പോഴും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടുപോകലുണ്ട്. അപ്പോൾ അതിൽ പാട്ടിടാൻ തുടങ്ങും ചെറിയ സൗണ്ടിൽ, വേറെ അടുത്തിരിക്കുന്നവർക്കൊന്നും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ. പിന്നെ പടിപടിയായിട്ട് ഫുഡ് ഉണ്ടാക്കണേക്ക് കിടക്കുക കേട്ടോ. കുറച്ച് പച്ചക്കറികളും മീനും ചിക്കനും എല്ലാതും കണലിൽ ചുട്ടെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ലൈറ്റായിട്ടുള്ളൊരു മസാല ചായയും കൂടി വേണം കേട്ടോ. കട്ടൻ ചായക്ക് ഏലക്കായും ഗ്രാമ്പുവും പട്ടയിട്ടതാണ്. നല്ല തണുപ്പത്ത് തീ കാഞ്ഞിരുന്ന് ചൂടുള്ള ഫുഡ് കഴിക്കലും പാട്ട് കേൾക്കലും ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെയും കൂടെ ഇരുന്നിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ തരിക. വാക്കുകളെ കൊണ്ട് പറഞ്ഞൊപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അനുഭവമാണ് കേട്ടോ. മാറി മാറി വരുന്ന എല്ലാ കാലാവസ്ഥകളും ഓരോ പുതിയ പുതിയ അനുഭവങ്ങളാണല്ലേ എന്നും നമുക്ക് ഓർമ്മകളായിട്ട് തരുന്നത്.